ജിൻഡോ, രമേശ് ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രതികരണമാണ് കേട്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബിജെപിയുടെ സീൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അദ്ദേഹം ദുരൂഹത സംശയിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി ഡീൽ എന്ന ആരോപണമുണ്ടായിരുന്നു. ആ നടപടിയിൽ അതിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ട്, അന്വേഷണം വേണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ നോക്കൂ, ആ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി വരുന്നു. അപ്പോൾ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി ദുരൂഹതയൊക്കെ നീങ്ങിയ ശേഷമാണോ ആ നിയമനം? അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിടപാടിൽ BJPയുടെ സീല് വന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം നമ്മൾ ഉന്നയിച്ചു. ഉന്നയിച്ച ആക്ഷേപത്തിൽ ദുരൂഹതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ നൽകി. അത് മറ്റൊരു കത്തിൽ നിന്ന് അത് കോപ്പി ചെയ്തപ്പോൾ വന്നതാണെന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെയും ഇന്നത്തെയും അഭിപ്രായം. അതിനപ്പുറത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ദത്തൻ കേൾക്കറാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ള ആക്ഷേപം CPM ഉണ്ടോ എങ്കിൽ CPM അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് അതും അന്വേഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അന്വേഷിക്കാം. അതിനപ്പുറത്ത് കേൾക്കറിനെ കുറിച്ചിട്ടുള്ള ആക്ഷേപത്തിൽ, നിങ്ങൾ പറയുന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കൂടി പരിശോധിക്കേണ്ടതാണ്. CPMന്റെ സമയത്ത് GST കമ്മീഷണറായിരുന്ന, IT സെക്രട്ടറി ആയിരുന്ന, അവർ തന്നെ വിശ്വാസത്തോടുകൂടി ഇലക്ഷൻ കമ്മീഷണറാക്കി വെച്ചിരിക്കുന്നയാൾ BJPയുടെ സീല് പതിപ്പിച്ച് ലെറ്റർ പുറത്തുവിട്ടു എന്നുള്ള ആക്ഷേപം ഇപ്പോൾ CPMനുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ള അന്വേഷണവും ക്ലാരിഫിക്കേഷനും നേടാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ CPMന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടല്ല വിഷയം. അതിൽ CPMന്റെ മാത്രം ആരോപണമായിരുന്നില്ല എന്നുള്ളത് അതിന്റെ മറ്റൊരു വശം. ജിൻഡോ, ഇവിടെ പ്രശ്നം വളരെ ലളിതമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കത്തിൽ BJPയുടെ സീൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്ന ജിൻഡോ ഉൾപ്പെടെയുള്ളവർ അന്ന് അതിനെതിരെ സ്വീകരിച്ച നിലപാട് അതായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് എത്രയോ കാലങ്ങളായി രാജ്യത്ത് വലിയ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് കോൺഗ്രസ് എന്നോ CPIM എന്നോ BJP ഇതര കക്ഷികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചതുമാണ്. അപ്പോൾ ആ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയ്ക്കെതിരെയായിരുന്നു, അതിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ആയിരുന്നില്ല. അപ്പോൾ ബംഗാളിൽ സമാനമായ നിലയിൽ മറ്റൊരു നിയമനം നടക്കുന്നു. അപ്പോൾ ബംഗാളിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അതിന്റെ ചർച്ചയിലേക്ക് നമുക്ക് വരാം. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു വിഷയം, ബംഗാളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതികരണവും നമ്മുടെ മുന്നിലുണ്ട് ജിൻഡോ. അപ്പോൾ ഇവിടെ പ്രശ്നം, തെരഞ്ഞെടുപ്പ് നടന്ന് 5-ാം നാൾ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ഉദ്യോഗസ്ഥന്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ, അതിനപ്പുറം ആ സംവിധാനത്തെ ആകെ വിശ്വാസ്യതയുടെ സംശയം ഉണ്ടാക്കുന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു ഇടപെടൽ, അതിനെക്കുറിച്ചാണ് ജിൻഡോ ചോദ്യം. ഒരു പ്രശ്നവും തോന്നുന്നില്ലേ? അസിത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബംഗാളുമായിട്ട് കേരളത്തിലെ നിയമനത്തെ താരതമ്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ആക്ഷേപം എനിക്ക് ഇല്ല. കാരണം ബംഗാളിലുള്ള ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പേ അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് SIRലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ട് വെട്ടിയതും വോട്ട് കൂട്ടുചേർത്തതുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ബംഗാളിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട ആക്ഷേപം പറഞ്ഞിട്ടുള്ളതാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ? കേരളത്തിൽ CPMനോ മറ്റേതെങ്കിലും ഒരു കക്ഷിക്കോ കേരളത്തിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടോ SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ടോ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു? ഇനി മുഖ്യ പ്രതിപക്ഷം എന്നുള്ള CPMന്റെ പ്രതികരണം നമുക്കെടുക്കും. CPMന്റെ ആക്ഷേപമാണല്ലോ ഇപ്പോൾ ഇവിടെ ആക്ഷേപമായിട്ട് ചാനലുകളിൽ ചർച്ചയാകാൻ കാരണം. അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആക്ഷേപം ഉള്ളത് കൊണ്ടല്ലോ. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള CPMന്റെ ആക്ഷേപമാണ് ഇവിടെ മുഖവിലക്കെടുന്നത്. CPMന് അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട സമയത്ത് രത്തൻ കേൽക്കർക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. എനിക്ക് വീണ്ടും രത്തൻ യു കേൽക്കർ എന്ന ഉദ്യോഗസ്ഥന്റെ മെറിറ്റിലേക്ക്, അദ്ദേഹത്തിന്റെ മെറിറ്റ് എന്താണെന്നുള്ളതല്ല ഈ ചർച്ചയുടെ തന്നെ വിഷയം ജിൻഡോ. അതിൽ അദ്ദേഹത്തിന്റെ മെറിറ്റ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യാൻ നമ്മൾ ആരും അതിൽ യോഗ്യരല്ല, അതിന് നമുക്ക് ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചോദിക്കുന്നത് ജിൻഡോ ആ പ്രോസസ്സിനെ കുറിച്ചാണ്. ജിൻഡോ ആ പ്രക്രിയയിലേക്ക് വരൂ. നമ്മൾ രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ, ഞാൻ നമ്മൾ എന്നുള്ളതാണ് കേട്ടോ ജിൻഡോ ഉപയോഗിച്ചത്, അപ്പോൾ പോരാട്ടത്തിൽ നിൽക്കുന്ന സമയമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇത്തരം സ്ഥാനങ്ങളിലിരുന്ന ഉദ്യോഗസ്ഥരെ പിന്നീട് ഈ സർക്കാരിന്റെ ഏതെങ്കിലും പദവികളിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു കൂൾ ഓഫ് ടൈം വേണമെന്നുള്ള AICCയുടെ നിർദ്ദേശം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിൻഡോ, അത്തരം വിഷയത്തിലെ ധാർമ്മിക പ്രശ്നമുണ്ട്, രാഷ്ട്രീയ പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ചാണ് ജിൻഡോ ചോദ്യം. അതിലൊരു പ്രശ്നവും ജിൻഡോയ്ക്ക് തോന്നുന്നില്ലേ? ഞാൻ ആ ഉദ്യോഗസ്ഥന്റെ മെറിറ്റിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇനി ബംഗാളിലെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും രണ്ടാണോ എന്നുള്ളത് ആവശ്യമെങ്കിൽ നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ആ നിയമനത്തിൽ ജിൻഡോയ്ക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണോ ജിൻഡോയുടെ നിലപാട്?
അസിത, ഞാനൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, രത്തൻ കേൽക്കറുടെ യോഗ്യത പരിശോധിക്കാൻ നമ്മളാരുമല്ല എന്നുള്ളത് അസിതയുടെ തീരുമാനമായിരിക്കും, താല്പര്യമായിരിക്കും. എനിക്ക് രത്തൻ കേൽക്കർ എന്നല്ല, കേരളത്തിലെ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥന്റെ യോഗ്യത പരിശോധിക്കാൻ യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനൊരു പൗരനാണ്, നികുതി കൊടുക്കുന്ന പൗരനാണ്. അപ്പോൾ രത്തൻ കേൽക്കർ ആയിക്കോട്ടെ, മറ്റാരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംശയം ഉന്നയിക്കാനും യോഗ്യത പരിശോധിക്കാനും മറ്റാരേക്കാളും യോഗ്യതയുള്ളത്, ഭരണകർത്താക്കളെക്കാളും യോഗ്യതയുള്ളത് ഇവിടുത്തെ പൗരന്മാർക്കാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇതിലെ ധാർമ്മിക പ്രശ്നമാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ ധാർമ്മിക പ്രശ്നമാണ് ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് രത്തൻ കേൽക്കറെ നിയമിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ പറയുന്ന. അതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള സംശയമാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. 2018-19 കാലത്ത് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീണയെ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ നിയമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? EW മാജിയെ 2017 കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ നിയമിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 2016 വരെ, ആ തെരഞ്ഞെടുപ്പ് കാലം വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. നളിനി നെറ്റോയെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയിൽ നിന്ന് മാറിയതിനു ശേഷം. പിന്നീട് പല പദവികളിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിക്ക് വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പറയട്ടെ അസിത, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ തിരക്ക് കൂട്ടല്ലേ, എനിക്ക് മറുപടി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ദിവസം 7 ദിവസമാണോ 7 മാസമാണോ, എത്ര ദിവസം എടുത്താൽ ഒരു ഉദ്യോഗസ്ഥൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അയാൾ ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾക്ക് വിടുതൽ കിട്ടാൻ എത്ര ദിവസം വേണം? അസിതയ്ക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ അസിത, ഞാൻ പറയട്ടെ എന്ന്. അസിതയ്ക്ക് എന്താ തിരക്ക്? എന്നെയല്ലേ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വിളിച്ചാൽ വിശദീകരിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. അത് അതിനേക്കാൾ നന്നായിട്ട് AICC അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ വിശദീകരിച്ചാലും മതി. AICCയുടെ കാര്യം ജിൻഡോയ്ക്ക് അല്പം കൂടി നന്നായി വിശദീകരിക്കാൻ സാധിക്കുക. അല്ല, AICCയുടെ കാര്യമൊക്കെ കോൺഗ്രസ് ഞങ്ങൾ പറഞ്ഞോളാന്നേ, തിരക്ക് കൂട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത്, എത്ര ദിവസം എടുത്താൽ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുന്ന ഉദ്യോഗസ്ഥന്റെ ആ ഉത്തരവാദിത്തത്തിന്റെ അതിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ കിട്ടും എന്നുള്ളതാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ കാണുന്ന തെറ്റെന്താണ്? എന്താണ് നിങ്ങൾക്കൊരു ആക്ഷേപം? രത്തൻ കേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ചോദിച്ചാലോ, എന്തായിരുന്നു തെറ്റ്? അതാണ് അസിതയുടെ രാഷ്ട്രീയ ബോധ്യവും എന്റെ രാഷ്ട്രീയ ബോധ്യം അതല്ല ജിൻഡോ. പ്രശ്നമെങ്കിൽ അവിടെ ഇപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശ്നമെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ഇതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ വരട്ടെ എന്നുള്ളത്. ഇതിൽ ജിൻഡോയ്ക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. അത് മാത്രമാണ് എന്റെ ചോദ്യം. ജിൻഡോ എന്ന് പറയുന്നത് ജിൻഡോ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി മേനോൻ എന്ന ആ പദം ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിലടക്കം ആ നിലയിൽ ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. ആ ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു നിയമനത്തിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അതിൽ പിന്നീട് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അസിത, ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാ. മറ്റേ ഈ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്ക് ഇല്ലാത്തൊരു ഗുണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ ചോദിച്ചത്, ബംഗാളിലെ വിഷയവും കേരളത്തിലെ വിഷയവും താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം, തെരഞ്ഞെടുപ്പിന് മുമ്പും SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ ക്രമവിരുദ്ധ നടപടികളെ കുറിച്ചിട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ കോൺഗ്രസിനും CPM-നും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച് തൊട്ടടുത്ത ദിവസം ചീഫ് സെക്രട്ടറി ആയിട്ട് വെക്കുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ അങ്ങനെ ഒരു ആക്ഷേപം കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് SIR-മായി ബന്ധപ്പെട്ടോ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടായിരുന്നോ? അത്തരത്തിൽ രത്തൻ കേൽക്കറുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നോ? രത്തൻ കേൽക്കറുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ പറ്റുക? പിണറായി വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്തുന്നത് വരെ അദ്ദേഹം GST കമ്മീഷണർ ആയിരുന്നുണ്ട്, IT സെക്രട്ടറി ആയിരുന്നത്, പലതുമായിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ബംഗാളിന് സമാനമായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപമില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത്. അക്കാര്യത്തിലെ ധാർമ്മികമായ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി തന്നെയാണ് പറയേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. മുൻപും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കേരളത്തിൽ ടിക്കാറാം മീണയെ, നളിനി നെറ്റോയെ, EW മാജിയെ അടക്കം പലരെയും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സാധൂകരിക്കും എന്നുള്ളതാണ്.
അപ്പോ എന്നെ മേനോനിലേക്ക് ഒന്നും കണക്ട് ചെയ്യണ്ട. അത്ര അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പുറത്ത് EMS നമ്പൂതിരിപ്പാടിന്റെയും P ഗോവിന്ദപിള്ളയുടെയും വിശ്വനാഥ മേനോന്റെ ഒക്കെ മേനോനും പിള്ളയും നായരും നമ്പൂതിരിയും ഒക്കെ ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളുള്ള കാലത്ത് രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പുറത്ത് മറുത്തൊരു ഉത്തരം പോലും ചോദ്യം പോലും ചോദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ സാധിക്കുള്ളൂ അല്ലെ? ശരി, ഞാൻ എന്തായാലും മടങ്ങി വരാം ജിൻഡോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.